ചേർത്തല റോട്ടറി ക്ലബ് 3211 പുതിയ ഭാരവാഹികളായി ഓമന ജോസഫ് പുളിക്കമ്പറമ്പിൽ പ്രസിഡന്റായും ആന്റണി എജി സെക്രട്ടറിയായും PJ ജോസഫ് ട്രഷററായും ചുമതലയേറ്റു. റോട്ടറി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. ചേർത്തല റോട്ടറി ക്ലബിന്റെ പുതിയ ഭാരവാഹികളായി ഓമന ജോസഫ് പുളിക്കപ്പറമ്പിൽ പ്രസിഡന്റായും ആന്റണി എജി സെക്രട്ടറിയായും PJ ജോസഫ് ട്രഷററായും ചുമതലയേറ്റു. The charter has been entrusted to successive presidents, each adding a chapter to the proud history of Rotary Club of Chennai. To the presidential chair, let's give a big round of applause. Ladies and gentlemen, it's with immense pride. റോട്ടറി ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനം ഡെപ്യൂട്ടി സ്പീക്കർ ഷാനിമോൾ ഉസ്മാൻ ഉദ്ഘാടനം ചെയ്തു. സ്ത്രീ ശാക്തീകരണം എന്ന് പറയാൻ എളുപ്പം, പക്ഷേ ഈ സ്ത്രീ ശാക്തീകരണം നമുക്കതിൻ്റെ അർത്ഥത്തിൽ, യഥാർത്ഥ അർത്ഥത്തിൽ നമുക്ക് കാണാൻ പ്രയാസമാണ്. പക്ഷെ ഇവിടെ വന്നപ്പോൾ എനിക്ക് സന്തോഷമായി. ഞാൻ ഫസ്റ്റ് ഡിസ്ട്രിക്ട് ഗവർണറായിട്ടുള്ള ഡോക്ടർ ടീനയെ കണ്ടു. ഇപ്പം തന്നെ പുത്തൻ സ്ഥാനാരോഹണം നടത്തിയിട്ടുള്ള പ്രസിഡൻ്റായിട്ടുള്ള ഓമന ജോസഫിനെ കണ്ടു. അപ്പോൾ അത് വലിയ പ്രയാസമുള്ള കാര്യമാണ്. നമ്മുടെ രാജ്യത്ത് ഭരണഘടനാ ഭേദഗതികൾ നടത്തിക്കൊണ്ട് മാത്രമാണ് പഞ്ചായത്തുകളിലേക്കും അതുപോലെ തന്നെ മുനിസിപ്പാലിറ്റികളിലേക്കുമൊക്കെ വനിതകളെ കൊണ്ടുവന്നിട്ടുള്ളത്. ഞങ്ങളൊക്കെ വിദ്യാർത്ഥി രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തനം തുടങ്ങുമ്പോൾ ഇത് എവിടെയെങ്കിലും എത്തിച്ചേരുമെന്നുള്ള ലക്ഷ്യത്തോടു കൂടിയൊന്നുമല്ല വരുന്നത്. പക്ഷെ പിൽക്കാലത്തുണ്ടായത് 73-74 ഭരണഘടനാ ഭേദഗതി ഉണ്ടായി. ആ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് 33% വനിതകൾ അത് പഞ്ചായത്തുകളിലേക്കും അതുപോലെ നഗരസഭകളിലേക്കും വരണം. അത് പഞ്ചായത്ത് രാജ് നഗരപാലിക നിയമം എന്നാണ് അതിൻ്റെ പേര് തന്നെ. അപ്പോൾ ആ ഭരണഘടനാ ഭേദഗതി വന്ന് 33% വന്നപ്പോൾ വലിയ ഞെട്ടലായിരുന്നു. പല ആളുകളും പറഞ്ഞ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ആദ്യത്തെ 1995 ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ ഞാൻ ആലപ്പുഴ ജില്ലാ പഞ്ചായത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. ആ സമയത്ത് എല്ലാവർക്കും അതിശയമാണ്, എന്താ സ്ത്രീകൾ എങ്ങനെയായിരിക്കും ഈ പഞ്ചായത്തുകൾ കൊണ്ടുപോകുന്നത്? അവർക്ക് ഭരണ ഭാഷ മനസ്സിലാവും, അവർ ഭരിക്കാൻ അവർക്ക് അറിയാൻ പറ്റും. എന്തോ വലിയ ആകാശം ഇടിഞ്ഞു വീഴുന്ന പോലെയാണെന്ന് കണ്ടിരുന്നതെങ്കിൽ അത് മാറി 33 മാറി 50% വനിതകൾ ഇന്ന് അധികാര ശ്രേണിയിലേക്ക് കടന്നു വരുന്നുണ്ടോ എന്നുള്ള സന്തോഷത്തോടുകൂടി ഞാൻ പറയുന്നു. പിന്നെ ഒരു അതിശയവും വേണ്ട, സ്ത്രീകളെ ഏൽപ്പിക്കുന്ന ഒരു കാര്യങ്ങളും ഈ രാജ്യത്ത് മോശമായിട്ടില്ല എന്നുള്ളത് മാത്രമല്ല, ഏറ്റവും മികച്ച രീതിയിൽ അവർ സാമൂഹ്യ സേവന രംഗത്തും അഡ്മിനിസ്ട്രേറ്റീവ് രംഗത്തും മുന്നോട്ട് പോകും എന്നുള്ളതിൻ്റെ തെളിവായി കൂടി ഞാൻ ഇവിടെ കാണുന്ന 2 വനിതകളെ നോക്കിക്കൊണ്ട് ഉറപ്പ് പറയാൻ ആഗ്രഹിക്കുന്നു. ക്ലബ് അവതരിപ്പിച്ച തൂഫാൻ അനുകൂല പ്രമേയം ആഭ്യന്തരമന്ത്രിക്ക് നൽകുവാൻ ഷാനിമോൾ ഉസ്മാനെ കൈമാറി. ഓപ്പറേഷൻ തൂഫാൻ നടപ്പിലാക്കാനുള്ള പ്രതിജ്ഞ റൊട്ടേറിയൻ ഗിരീഷ് കുമാർ ചൊല്ലിക്കൊടുത്തു. മുൻ റോട്ടറി ഡിസ്ട്രിക്ട് ഗവർണർ ഡോക്ടർ ടീന ആന്റണി വിശിഷ്ടാതിഥിയായി. മുൻ സെക്രട്ടറി മെജോ ഫ്രാൻസിസ് പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിച്ചു. സ്കൂളുകളിൽ ക്ലീനിംഗ് മെറ്റീരിയൽസ് വിതരണം, ട്രാഫിക് പോലീസിന് സപ്പോർട്ട്, ട്രാഫിക് തൂഫാൻ അവബോധ ക്ലാസുകൾ, സൗജന്യ ഡയാലിസിസിനുള്ള സൗകര്യം, ചികിത്സാ സഹായം എന്നിവയാണ് ഈ വർഷം നടപ്പാക്കുന്ന പ്രധാന പരിപാടികളെന്ന് പ്രസിഡന്റ് ഓമന ജോസഫ് പുളിക്കപ്പറമ്പിൽ പറഞ്ഞു. ഒരു പ്രസിഡന്റായ എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് നീങ്ങിയാൽ ഒരിക്കലും വിജയിക്കില്ല. ക്ലബോട് ഒത്തു നീങ്ങുമ്പോൾ മാത്രമേ വിജയം സുനിശ്ചിതമാകുകയുള്ളൂ. നമ്മുടെ ഗവർണർ റൊട്ടേറിയൻ G. കൃഷ്ണൻ നായർ ഈ വർഷം വിഭാവനം ചെയ്ത ഒരു വലിയ പദ്ധതിയാണ് സമർപ്പണം. ജില്ലയിലെ എല്ലാ ക്ലബുകളെയും ഒരു ലക്ഷ്യത്തിൽ അണിനിരത്തി ദീർഘകാലം നിലനിൽക്കുന്ന കൂടുതൽ ജനപങ്കാളിത്തമുള്ള സേവന സംരംഭമാണ് സമർപ്പണം. ആരോഗ്യം, പരിസ്ഥിതി സംരക്ഷണം, സ്ത്രീ ശാക്തീകരണം, യുവജന ശാക്തീകരണം, വികസനം എന്നീ മേഖലകളിൽ നൂതനവും സുസ്ഥിരവുമായ പദ്ധതികൾ അദ്ദേഹം വിഭാവനം ചെയ്തിട്ടുണ്ട്. പരസ്പരം സ്നേഹിച്ചും പരസ്പരം
ഏറ്റെടുക്കാം. നമ്മുടെ ക്ലബിലുള്ള മുതിർന്ന റൊട്ടേറിയൻസ്മാരുടെ അനുഭവ സമ്പത്തും ജ്ഞാനവും പുതുതലമുറയുടെ ഊർജവും നമ്മുടെ ക്ലബിനെ മുന്നോട്ട് നയിക്കട്ടെ. മുൻ പ്രസിഡന്റ് സാംസൺ ജേക്കബ്, റൊട്ടേറിയന്മാരായ VN ബാബു, CB സുധീഷ്, ജോസ് കുമ്പയിൽ, AG ആന്റണി എന്നിവർ സംസാരിച്ചു.